ഈ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. പത്തനംതിട്ടയിൽ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറിച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ്. വി ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമാണോ ഇവിടെ കാണുന്നത്? എങ്ങോട്ടേക്കായിരുന്നു പ്രതിഷേധം? അതായത് പത്തനംതിട്ട SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. പത്തനംതിട്ട മുൻ SP സുജിത് നടപടി, ഒപ്പം പോലീസിനെ ഭരിക്കുന്ന സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള MR അജിത് കുമാർ, ആഭ്യന്തര വകുപ്പിനെതിരെ എല്ലാമുള്ള വളരെ വിശാലമായൊരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് നടത്തുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചും സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു. അതിനൊപ്പമാണ് പത്തനംതിട്ടയിൽ SP ഓഫീസിലേക്ക് മാർച്ച് ആയി പ്രവർത്തകർ എത്തിയത്. മാത്യു കുഴൽനാടൻ MLA ആയിരുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. ബാരിക്കേഡിന്റെ ഒരു ഭാഗത്ത് സ്ഥാപിച്ച ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർ മറിച്ചിട്ടു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 70ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ സമയത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിലും SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസിനെതിരെ, പോലീസിലെ അഴിമതികൾക്കെതിരെ, ഒപ്പം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധ മാർച്ചുള്ളത്. നിരവധി പ്രവർത്തകരാണ്, 70ഓളം പ്രവർത്തകർ ഈ ഒരു മാർച്ചിന് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട മാത്യു കുഴൽനാടൻ MLA ഇവിടെ എത്തിച്ചേരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ബാരിക്കേഡിന്റെ ഒരു ഭാഗത്ത് സ്ഥാപിച്ച ബാരിക്കേഡ് പൂർണ്ണമായി മറച്ചിട്ട് ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ അപ്പുറത്ത് സ്ഥാപിച്ച മറ്റൊരു ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ വലിയ രീതിയിൽ ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിലാണ്. നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്നത് നമുക്ക് കാണാം. കാരണം പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. ഈ ഒരു ഘട്ടത്തിലാണ് നിലവിൽ പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. വലിയ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയൊരു വാക്കുതർക്കം ഇവിടെ ഉണ്ടാകുന്നു. പോലീസ് ഒരു പ്രകോപനവുമില്ലാതെ ലാത്തി വീശിയെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അവർ സമരവുമായി എത്തി ബാരിക്കേഡിന് മുന്നിൽ നിൽക്കുകയും അതിന് മുമ്പിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനിടയിലാണ് നിർദ്ദേശമൊന്നുമില്ലാതെ ഒരു പോലീസുകാരൻ തങ്ങൾക്ക് നേരെ ലാത്തി ഉയർത്തി അടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. പോലീസ് വലിയ സംയമനത്തോടു കൂടി തന്നെയാണ് നിലവിൽ ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ഇതുവരെ മറ്റ് ബലപ്രയോഗത്തിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. പക്ഷേ പൊടുന്നനെ ഒരു ലാത്തി പ്രവർത്തകർക്ക് നേരെ വന്നപ്പോൾ അവർ പോലീസിന് നേരെ പ്രത്യക്ഷമായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം തന്നെ എത്തിയ പ്രവർത്തകർ ഈ സമരം ഉദ്ഘാടനം ചെയ്യേണ്ട മാത്യു കുഴൽനാടന് പോലും കാത്തു നിൽക്കാതെ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമമാണ് നടത്തിയത്. അവരുടെ ശ്രമം ഏറെക്കുറെ വിജയിച്ചു. ഒരു ഭാഗത്ത് കെട്ടിയിരുന്ന 2 സെറ്റായിരുന്നു പോലീസ് ബാരിക്കേഡ് കെട്ടിയിരുന്നത്. ഇതിൽ ഒരു സെറ്റ് ബാരിക്കേഡ് പ്രവർത്തകർ പൂർണ്ണമായും മറച്ചിട്ടു. അതിന് മുകളിൽ പ്രവർത്തകർ നിൽക്കുന്നു. മറ്റൊരു ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ പോലീസുകാർ ഒരു ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരെ മർദ്ദിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ഒരു ഘട്ടത്തിലാണ് പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സമരം, ഈ SP ഓഫീസിലേക്കുള്ള സമരം ഉദ്ഘാടനം ചെയ്യേണ്ട മാത്യു കുഴൽനാടൻ MLA ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പാണ് പ്രവർത്തകർ പോലീസിന് നേരെ കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രതിഷേധിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു തീരുമാനം. കാരണം ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതേ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്കൊരു മാർച്ചുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ടും മാർച്ച് സംഘടിപ്പിച്ചത്. എന്തായാലും ഈ മാർച്ചിൽ വലിയൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനായില്ല. കാരണം പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള MR അജിത് കുമാറിനെതിരെയും, ഒപ്പം തന്നെ പത്തനംതിട്ടയുടെ മുൻ പോലീസ് മേധാവിക്കെതിരെയും എല്ലാമാണ് ഈ മാർച്ച്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഈ ഒരു മാർച്ചിൽ പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ തങ്ങൾക്കൊരു നീതി വേണം, തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് ഈ ഒരു മാർച്ച് നടത്തുന്നത്. എന്തായാലും നിലവിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുകയും ഈ ബാരിക്കേഡിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 100ഓളം പോലീസുകാരെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വനിതാ പോലീസുകാർ ഉൾപ്പെടെയാണ് 100 പേരെ സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയൊരു സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നു. കാരണം ഉദ്ഘാടകൻ എത്തുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമം തുടരുകയാണെങ്കിൽ പോലീസ് ഗ്രനേഡ് ഉൾപ്പെടെ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മാത്യു കുഴൽനാടൻ
അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ മാർച്ച് ഒരു സംഘർഷ അവസ്ഥയിലേക്ക് കടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത്. നമുക്ക് കാണാം പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് ഒരു ഭാഗത്ത് ഇനി ബാക്കിയുള്ള ഒരു ബാരിക്കേഡിന് മുകളിൽ വലിഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പുറത്തുള്ള ഒരു മതിൽ വഴിയും ചാടിക്കടക്കാനുള്ള ഒരു ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ മാത്യു കുഴൽനാടിന് വേണ്ടി ഒരു കാത്തിരിപ്പാണ്. അദ്ദേഹം അല്പസമയത്തിനകം എത്തുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചില വാഴയും മറ്റുമായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ ബാരിക്കേഡിന് മുകളിൽ വാഴ സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ഉദ്ഘാടകൻ എത്തുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പോലീസുമായി നേരിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വലിയ സംഘർഷ സാധ്യതയാണ് പത്തനംതിട്ട SP ഓഫീസിന് മുന്നിൽ നിൽക്കുന്നത്. ഈ പത്തനംതിട്ട SP-ക്കെതിരെ പോലീസ് നടപടിയെടുത്തിരുന്നു. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പുതിയ ആളെ നിയമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP സ്ഥാനത്ത് തുടരുന്നു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തികഞ്ഞ മൗനം പാലിക്കുന്നു എല്ലാം ആരോപിച്ചാണ് പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധം. എന്തായാലും ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ വാഴ ഉയർത്തിയിരിക്കുകയാണ്. അവർ ബാരിക്കേഡിന് മുകളിൽ വാഴ സ്ഥാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതീകാത്മക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ വാഴ സ്ഥാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും നമുക്കിവിടെ കേൾക്കാം. വാഴേ വാഴേ പിണറായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെയുള്ള വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. കാരണം ഈ പത്തനംതിട്ട SP ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് SP ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ PV അൻവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം പത്തനംതിട്ടയാകുന്നതിൽ വലിയ സംശയമില്ല. എന്തായാലും സർക്കാർ അദ്ദേഹത്തെ ഈ SP സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നല്ലാതെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്നു. എന്തായാലും ഈ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം, DGPയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല. ഇതിൽ കൂടുതൽ നടപടികൾ വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സമര പരിപാടികളുടെ തുടക്കം എന്ന രീതിയിൽ തന്നെ പത്തനംതിട്ടയിലെ പത്തനംതിട്ട SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അത് സംഘർഷത്തിലേക്ക് വഴിമാറി. പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ടുള്ള പ്രതിഷേധമാണ് കാണുന്നത്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരെ വലിയ ആരോപണം ഉയർന്നിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റി പുതിയ SP ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ അവിടെ പ്രതിഷേധിക്കുമ്പോൾ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനൊക്കെ എതിരെയുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പ്രതിഷേധത്തിന്റെ തുടർച്ച.